നമസ്കാരം. ഇസ്രായേൽ ഹമാസ് പോരാട്ടം 4 മാസം പിന്നിട്ട് ഇന്ന് 5-ാം മാസത്തിലേക്ക് കടക്കുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-നാണ് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നുകയറി ആക്രമണം നടത്തുകയും നിരവധി പേരെ കൊലപ്പെടുത്തുകയും പലരെയും തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കുകയും ചെയ്തത്. അതേസമയം ഇസ്രായേലിനെ പോലെയുള്ള അതിശക്തമായ സംവിധാനങ്ങളുള്ള ഒരു രാജ്യം ഹമാസുമായി ഇത്രയും നാൾ യുദ്ധം ചെയ്യേണ്ടി വരും എന്ന് ഒരുപക്ഷെ ഇസ്രായേൽ പോലും കരുതിയിരിക്കില്ല. ഇതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന്, ഹമാസ് തീവ്രവാദികൾ ഗാസയിലുടനീളം ഭൂഗർഭ തുരങ്കങ്ങൾ കുഴിച്ചിരുന്നു. അവിടെ പല സ്ഥലങ്ങളിലും ഇവർ ഒളിച്ചിരിക്കുകയാണ്. പക്ഷേ ഇസ്രായേലിന് ഇനിയും ഇവരുടെ മുഴുവൻ തുരങ്കങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതേസമയം കഴിഞ്ഞ ദിവസം ഹമാസ് തീവ്രവാദികളുടെ പ്രധാന ശക്തി കേന്ദ്രമായ ഖാൻ യൂനിസിൽ നിരന്തരമായി ഇസ്രായേൽ ഇപ്പോൾ ആക്രമണം നടത്തുകയാണ്. അവിടുത്തെ നിരവധി മന്ദിരങ്ങൾ ഇടിച്ചു തകർത്ത് കഴിഞ്ഞു. ആക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായ സൂചനയുണ്ട്. പക്ഷേ കൊല്ലപ്പെട്ടവരൊക്കെ തന്നെ ഹമാസ് അനുകൂലികളും ഹമാസ് തീവ്രവാദികളുമാണ് എന്നാണ് ഇസ്രായേലിൻ്റെ വിലയിരുത്തൽ. ഹമാസിൻ്റെ പ്രധാന മുതിർന്ന നേതാക്കളിൽ ഒരാളായ യാഹ്യ സിൻവർ ഇവിടെ ഇപ്പോഴുമുണ്ട് എന്ന് തന്നെയാണ് ഇസ്രായേൽ വിശ്വസിക്കുന്നത്. പല സ്ഥലങ്ങളിലായി ഇയാൾ മാറി മാറി സഞ്ചരിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നാണ് ഇസ്രായേൽ കരുതുന്നത്. ഏതായാലും ഖാൻ യൂനിസ് കീഴടക്കുന്നതോടുകൂടി, അല്ലെങ്കിൽ ഖാൻ യൂനിസിൽ പൂർണ്ണമായും ഇസ്രായേൽ ആധിപത്യം ഉറപ്പിക്കുന്നതോടുകൂടി ഹമാസിൻ്റെ ഏതാണ്ട് പൂർണ്ണമായ തകർച്ച അവിടെ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ ഇപ്പോൾ ഒത്തുതീർപ്പ് ശ്രമങ്ങളുമായി രംഗത്തുണ്ട്. ഹമാസ് തീവ്രവാദികൾ ആവശ്യപ്പെടുന്നത് സമ്പൂർണ്ണ വെടിനിർത്തലാണ്. പക്ഷേ ഇസ്രായേൽ ഒരു കാരണവശാലും ഇക്കാര്യം അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ ഹമാസ് തീവ്രവാദികൾ പലവട്ടം തങ്ങളുടെ കയ്യിലുള്ള ബന്ദികൾ പലരും ഇതിനോടകം കൊല്ലപ്പെട്ടതായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സത്യമാണെങ്കിൽ, അതോ ഇസ്രായേലിനെ പേടിപ്പിക്കാനാണോ പറയുന്നതെന്ന് അറിയില്ല. ഇത് സത്യമാണെങ്കിൽ ഇസ്രായേൽ അതിരൂക്ഷമായ ആക്രമണം വീണ്ടും നടത്താൻ തന്നെയാണ് സാധ്യത. നിലവിൽ പല തരത്തിലുള്ള ഖത്തറിൻ്റെ നേതൃത്വത്തിൽ ഒത്തുതീർപ്പ് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അമേരിക്ക ഇതിനെല്ലാം മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇതെന്ന് തീരും എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും അറിയില്ല. വേണ്ടി വന്നാൽ അടുത്ത വർഷം വരെ യുദ്ധം ചെയ്യുമെന്നാണ് നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും 10,000-ങ്ങളാണ് ഇതിനോടകം കൊല്ലപ്പെട്ടത് എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഈ 4 മാസം കഴിഞ്ഞ് 5-ാം മാസത്തിലേക്ക് കടക്കുമ്പോൾ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അതിഭീകരമാണ്. അതുപോലെ ഇസ്രായേൽ പൗരന്മാർ, ഇപ്പോൾ ഹമാസിൻ്റെ തടവിൽ കഴിയുന്ന ബന്ദികളായി കഴിയുന്ന ഇസ്രായേൽ പൗരന്മാർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ ഇപ്പോഴും പുറത്ത് വരുന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഹമാസ് ആവശ്യപ്പെടുന്നത് ഇസ്രായേൽ ബന്ദികളെ തങ്ങൾ വിട്ടയക്കണമെങ്കിൽ ഇസ്രായേലിൻ്റെ തടവിൽ കഴിയുന്ന ആയിരക്കണക്കിന് പാലസ്തീൻ തീവ്രവാദികളെ പകരം വിട്ടയക്കണം എന്നുള്ളതാണ്. ഏതായാലും ഒരു കാരണവശാലും ഇക്കാര്യം അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് ഇസ്രായേൽ സ്വീകരിച്ചിട്ടുള്ളത്.